ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണിയുടെ ഉണ്ട്, ചിക്കൻ ബിരിയാണിയുടെയാണ്. അപ്പം നമുക്ക് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് പെട്ടെന്നൊക്കെ കുക്കറിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബിരിയാണിയാണ്. അപ്പം ആർക്കായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കക്കാർക്കാണെങ്കിൽ പോലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഞാൻ ഉണ്ടാക്കണ പോലെ ഞാനും ഫസ്റ്റ് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ, ബിരിയാണി എന്നുള്ളതൊക്കെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ യൂട്യൂബ് തന്നെയാണ് കേട്ടോ നോക്കി ഞാനും പഠിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പഠിച്ചതും ഞാൻ ഉണ്ടാക്കി നോക്കിയതും ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഒരു കണ്ണൂർ കിച്ചൺ ഉണ്ടല്ലോ, അങ്ങനെ ആ യൂട്യൂബ് ചാനൽ അത് നോക്കിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം ഞാൻ വേറെ നോക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയെങ്കിൽ എനിക്ക് സക്സസ് ആയിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാനിത് രാവിലെ ചായയൊക്കെ കുടിച്ചു. പിന്നെ രാവിലെ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പൊടിയാണ് കേട്ടോ, ദോശപ്പൊടിയാണ് കേട്ടോ ഞാൻ ദോശ മേലെ ഇടുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. അപ്പം പൊടിദോശ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനേക്കാളും ടേസ്റ്റ് ഉള്ളത് നമ്മൾ സാധാ പൊടിയിലൊക്കെ മുക്കി കഴിക്കണം തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല. ഞാൻ നല്ല ഉണ്ടാക്കി നോക്കിയതാണ് ഇങ്ങനെ. പിന്നെ ഞാൻ ഇതേപോലെ പൊടി സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണം തന്നെയായിരുന്നു എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചിക്കനുള്ള ബിരിയാണി ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ചിക്കൻ ഒന്ന് മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് കേട്ടോ. ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കോൺഫ്ലവർ, ഇത്രയും ഉണ്ട് ചേർത്ത് ഞാൻ ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ നേരത്തെ എൻ്റെ റെസിപ്പിക്ക് ഇട്ടുകൊണ്ടാണ് ഞാൻ പിന്നെയും കാണിക്കാത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി വന്നപ്പോഴേക്കും സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിയണം കേട്ടോ സവാള. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് കേട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് വേണോട്ട് ഇടാൻ, ഞാൻ മറന്നുപോയി. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വാടണം കേട്ടോ തക്കാളിയൊക്കെ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുഴഞ്ഞൊന്ന് ഇതാക്കിയെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാറുണ്ട് മസാലയൊക്കെ നന്നായി ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട്. മോനിക്ക് സവാള ഇങ്ങനെ വായവനത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലത്തെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ, തണുത്ത വെള്ളം ഒഴിക്കരുതേ. അത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിലിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൊരു ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടായിട്ട് ഞാൻ റോസ് കൈമ അരിയാണ് കേട്ടോ, കുഞ്ഞരിയില്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ 3 ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേപോലത്തെ ഒരു 3 ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര ഗ്ലാസ് എടുക്കണമെന്നോ അതിൻ്റെ ഇരട്ടി ഗ്ലാസ് തന്നെയുണ്ട് ഞാൻ വെള്ളം എടുത്തത്. ആ വെള്ളം തണുത്ത വെള്ളം എടുത്തത്, തിളപ്പിച്ച വെള്ളമാണ് എടുത്തത്. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 3 ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി അരമണിക്കൂറൊന്ന് കുതിർത്തിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പാൻ ചട്ടി ചൂടാക്കുക, എന്നിട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യും കുറച്ച് ഓയിലും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് അതിൽ കശുവണ്ടിയും കിസ്മിസും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ വേപ്പില, പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും കൂടി ഒന്ന് നല്ലോണം വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കുക്കർ എടുക്കാം കേട്ടോ. കുക്കറിലാണ് ഞാൻ പറഞ്ഞില്ലേ, കുക്കറിലാണ് ഉണ്ടാക്കണത്. പിന്നെ അതിൽ മസാലകൾ ഇട്ടെടുത്തോണ്ട് കേട്ടോ, കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഈ ഒരല ബിരിയാണിയിലൊക്കെ നെല്ല്, അതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ചോറിന്, അതിന് വേണ്ടിയാണ്. പിന്നെ അരിയിട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കുക, അതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 3 ഗ്ലാസ്സിൽ 6 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമുണ്ട് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ നാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് അറിയാമല്ലോ, ചോറൊന്ന് വേർപെട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇതേ ചോറായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒന്ന് കുഴഞ്ഞ പോലെയൊക്കെ തോന്നും, അതൊന്നും പേടിക്കണ്ട കേട്ടോ. അത് നമുക്ക് എടുക്കണ അളവ് കറക്റ്റാണെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ ബിരിയാണി. അപ്പോൾ അതേ ബിരിയാണി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കേട്ടോ, ഒരു സിമ്മിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോളൂ.
കുക്കർ പിന്നെ അടച്ച് വെച്ച് വേവിക്കരുത് കേട്ടോ. കുക്കറെന്ന് വെച്ചാൽ കുക്കറിൻ്റെ വിസിലിട്ട് വേവിക്കരുതേ. ഞാൻ വിസിലിടാണ്ട് സാധാരണ ഇട്ടാണ് വേവിച്ചത്. അത് ശ്രദ്ധിക്കാം കേട്ടോ, വിസിലിടല്ലേ. പിന്നെ ചിക്കൻ ഇതേ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് എന്താ പറയുക, നല്ലോണം വിട്ട് വന്ന പോലെ ഇതാക്കി നല്ല കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ചിക്കൻ കറിയിൽ ചാറ് നന്നായിട്ട് നന്നായിട്ട് വറ്റിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രേവി വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്രേവിയിലായിട്ട് എടുത്തത്. എന്നിട്ട് നമ്മുടെ ബിരിയാണി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കണത്. എന്നിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള, പിന്നെ കശുവണ്ടി, കിസ്മിസ്, പിന്നെ നമ്മുടെ വേപ്പില വറുത്തത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലായിരുന്നു എല്ലാം കൂടി വറുക്കണത്, അതിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ പിന്നെയും കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൽ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മുട്ടയും കൂടി നമ്മൾ അതിൻ്റെ മേലെ എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മക്കൾക്ക് ഇഷ്ടം ഇതൊന്ന് പുഴുങ്ങിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 മുട്ട പുഴുങ്ങിയത് 2 പേർക്കും. അപ്പോൾ അതിൻ്റെ മേലെ നിന്നിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് സവാളയും കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇടാം. പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതൊന്ന് കാണാം. ഞാൻ ഈ ഒരു മുടി വെച്ചിട്ടുണ്ട് വേവിച്ചത്, ഇതേപോലത്തെ മുടി. കുക്കറിൽ വിസിലിട്ട് വെക്കരുത് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ചട്ടി വെച്ച് ദോശക്കല്ല് വെച്ചു, അതിൻ്റെ മേലെ നമ്മൾ ഈ കുക്കർ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ആവിയൊക്കെ ഒന്ന് മുകളിലോട്ട് വരാനായിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ട് കുത്തി കൊടുക്കണ്ട കേട്ടോ ബിരിയാണിയുമ്പോൾ ടീസ്പൂൺ ഇട്ടിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ചൂടൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തതായിരിക്കും ഞാൻ വീഡിയോ എടുത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് വേഗം വന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റ് അളവ് നമ്മൾ നോക്കി വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നോക്കിയെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ടൈമൊക്കെ ആയിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഞാനും ഇത് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കി, പിന്നെ ഒന്ന് ശരിയായതാണ്. ഒന്നില്ലെങ്കിൽ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും, അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് അളവിലെടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് കമൻറ്റ്